ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സെക്ഷൻ 17 ആണ്. ദറ്റ് ഈസ് ഡയറക്ഷൻ ഫോർ അക്യുമുലേഷൻ ഓഫ് ഇൻകം. ഒരു പ്രോപ്പർട്ടി ഒരു ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടിയിലെ ഇൻകം ഈ പറയുന്ന ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആൾക്ക് കൈക്കലാക്കി വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. That is, the terms of transfer of property shall not direct to accumulate the income arising from the property either wholly or in part during a longer period than the lifetime of the transferor or a period of 18 years from the date of the transfer. അതായത് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്ത ആൾക്ക് അയാളുടെ ലൈഫ് ടൈം വരെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് ദാറ്റ് ഈസ് അപ് ടു 18 ഇയേഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് അപ് ടു 18 ഇയേഴ്സ് വരെ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത പ്രോപ്പർട്ടിന്മേൽ വരുന്ന ഇൻകമൊക്കെ കൈക്കലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു ഒന്നെങ്കിൽ അയാളുടെ മരണശേഷമോ അതല്ല ഒരു പീരീഡ് ഓഫ് 18 ഇയേഴ്സ്. ഇപ്പം 2008 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു പ്രോപ്പർട്ടി. 2008 മുതൽ 18 വർഷക്കാലം എനിക്കതിലെ പ്രോപ്പർട്ടിയിലെ ഇൻകം എനിക്കെടുക്കാം. പക്ഷേ അതിന് ശേഷം വരുന്ന ഇൻകം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആൾക്കാണ് അത് കൈക്കലാക്കാനുള്ള റൈറ്റ് ഉള്ളത്. So if there is any such directions other than this two in the contract, then such direction shall be void. So property transfer ചെയ്ത് കൊടുക്കുമ്പം ഇങ്ങനെയുള്ളൊരു ഡയറക്ഷൻ ഇത് രണ്ടുമാണെങ്കിൽ ഓക്കെ, അതിന് അപ്പുറത്തേക്കൊരു ഡയറക്ഷനാണ് പീരീഡ് ഓഫ് 20 ഇയേഴ്സ്, പീരീഡ് ഓഫ് 21 ഇയേഴ്സ്, 18 വരെ 19 ഇയേഴ്സ് ഒക്കെയാണ് എഴുതി വെക്കുന്നതെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് അവിടെ വോയിഡ് ആയിരിക്കും. ഇറ്റ് ഈസ് വോയിഡ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ പീരിയഡ് ഡ്യൂറിങ് വിച്ച് ദ അക്യുമുലേഷൻ ഈസ് ഡയറക്റ്റഡ് എക്സീഡ്സ് ദ ലോങ്ങർ ഓഫ് ദ അഫോർസെഡ് പീരിയഡ്. സോ ഈ പീരീഡ്സിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ളൊരു ടൈം പീരീഡാണ് മെൻഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്താണ്, വോയിഡ് ആയിപ്പോൾ. അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ദാറ്റ് ഈസ് ദ ലൈഫ് ടൈം ഓഫ് ദ ട്രാൻസ്ഫറർ ഓർ എ പീരിയഡ് ഓഫ് 18 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസ്ഫർ, property and the income thereof shall be disposed of as if the period during which the accumulation has been directed to be made has been elapsed. So period lifetime of the transferor, അതായത് ഇപ്പം ഞാനാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മരണശേഷം അതുപോലെ തന്നെ 18 വർഷത്തേക്കാണ്. 18 വർഷം കഴിയുമ്പം ഞാൻ ഈ പറയുന്ന ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആളാരാണോ അവർക്കാണ് പിന്നെ ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് കൈക്കലാക്കാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ, കയ്യിൽ വെക്കാനുള്ള റൈറ്റ്. So the aim of this section is to make sure that the owner of the property shall not be denied enjoyment of profit arising out of the property. സോ ഈ സെക്ഷൻ്റെ എയിം എന്താണ്, അതായത് ഒരാൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ആ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ഒരു ആദായം കിട്ടുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആൾക്ക് തന്നെ അത് വേണമെന്ന് പറഞ്ഞൊരു എഴുതി വെച്ച് അങ്ങനൊരു കോൺട്രാക്റ്റ് ഉണ്ടാവാതിരിക്കാനായിട്ട്, അതായത് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ട്രാൻസ്ഫറി ആണ് ഈ സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. A transfer property to B in 1990 with direction to accumulation of income arising out of the property to be accumulated till 2025. A dies in 2010. So എന്താണ്, ആസ് പെർ സെക്ഷൻ 17 income can be accumulated for the lifetime of the transferor. In the case here it is 2010. സോ 2010 അയാൾ മരിച്ചു. ഇനി 2010 വരെ ഉള്ള കാലയളവ് കൊണ്ട് 18 വർഷക്കാലം തീർന്നു. 1990 ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താണ്. 1990 പ്ലസ് 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 2008 വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഈ പറയുന്ന ആൾ മരിക്കാത്തത് കൊണ്ട് ആ 2 വർഷക്കാലം കൊണ്ട് അത് നീണ്ടുപോയി. 2010 വരെ നീണ്ടു. 2010 ആയപ്പം ട്രാൻസ്ഫർ ചെയ്ത ആൾ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ആദായം, ആ പ്രോപ്പർട്ടിയിലുള്ള ആദായം ട്രാൻസ്ഫറിക്ക് അവകാശപ്പെട്ടതാണ്. സോ ദ ഇൻകം thereof as on the death of the transferor on 2010 shall be disposed of as if the period during which the accumulation of income has been directed to be made has elapsed. സോ ഇനി പറയുന്ന 2010 ശേഷമുള്ള ഇൻകം മരണശേഷം ട്രാൻസ്ഫറിക്കാണ് അവകാശം. സോ പക്ഷേ ഈ സെക്ഷനിൽ ഒരു എക്സെപ്ഷൻ ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദിസ് സെക്ഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു എനി ഡയറക്ഷൻ ഫോർ അക്യുമുലേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഓഫ് ദ ട്രാൻസ്ഫറർ. ട്രാൻസ്ഫററോട് എന്തെങ്കിലും ഒരു ഡെപ്റ്റ്, കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഈ പറയുന്ന ഇൻകം അക്യുമുലേഷൻ കാലാവധി ഒന്നും ഇല്ലാതെ തന്നെ കടം തീരുന്നോടം വരെ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ട്രാൻസ്ഫറർക്ക് അധികാരമുണ്ട്. ദെൻ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ മെയിൻ്റനൻസ് ഓഫ് ദ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തെങ്കിലും അതിന്മേൽ എന്തെങ്കിലും ഒരു പ്രിസർവേഷനോ അല്ലെങ്കിൽ എൻ്റെ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ളൊരു തുക
എന്ത് ചെയ്യാം, ട്രാൻസ്ഫറർക്ക് ഇൻകം ഇതിൽ പറയുന്ന ഇൻകം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് സെക്ഷൻ 17.